Hi everybody, today we are going to discuss the doctrine of laissez-faire in labor law. ലേബർ ലെജിസ്ലേഷൻസിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ, അതായത് ലേബർ ലെജിസ്ലേഷൻസിൻ്റെ ഒറിജിൻ, സോഴ്സസ്, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് പ്രിൻസിപ്പിളാണ്. ഒന്ന് ഡോക്ട്രിൻ ഓഫ് ലേസേ-ഫെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ പ്രിൻസിപ്പിൾ. ലേസേ-ഫെയർ എന്നത് ആക്ച്വലി ഒരു ഫ്രഞ്ച് എക്കണോമിക് മാക്സിം ആണ്. 18th സെഞ്ച്വറിയിൽ ഫ്രാൻസിൽ പ്രബലമായിരുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലേസേ-ഫെയർ. നമുക്ക് നോക്കാം എന്താണെന്ന്. Laissez-faire is a French economic maxim which means allowed to do or leave alone or let it be. Allowed to do, ചെയ്യാൻ അനുവദിക്കുക, leave alone, തനിയെ വിട്ടിട്, let it be, അതിനെ അതിൻ്റെതായ വഴിക്ക് വിട്ടിട് എന്നൊക്കെയാണ് ഈ ഒരു മാക്സിമിൻ്റെ മീനിങ്. എന്തിനെയാണ് ഫ്രീ ആയിട്ട് വിടാൻ പറയുന്നത്? യെസ്, ഫ്രീ ദ മാർക്കറ്റ് പ്ലേസ്, വ്യാപാരം നടക്കുന്ന സ്ഥലം. അപ്പം ട്രേഡ്, ബിസിനസ്, ഒക്കുപ്പേഷൻ, ഇതിനെയെല്ലാം ഫ്രീ ആയിട്ട് വിടാൻ പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലേസേ-ഫെയർ. Laissez-faire is the economic policy which advocates minimum or nil governmental interference in the economic affairs of individuals and society. സൊസൈറ്റിയുടെയും ഇൻഡിവിജ്വൽസിൻ്റെയും എക്കണോമിക് അഫയേഴ്സിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് എന്നത് മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ ആൾമോസ്റ്റ് നിൽ തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ലേസേ-ഫെയർ. ഇറ്റ് എമേർജ്ഡ് ഡ്യൂറിംഗ് ദി 18th century in France, and this economic policy strongly opposes any government interference in business affairs. ഒരു ഇൻഡിവിജ്വലിന് അദ്ദേഹത്തിൻ്റെ ഒക്കുപ്പേഷൻ, ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ റെഗുലേറ്റ് ചെയ്യുവാനുള്ള ഫ്രീഡം കൊടുത്തത് കൊണ്ട് തന്നെ ഈ തിയറി എന്നറിയപ്പെടുന്നു ഫ്രീഡം ഓഫ് കോൺട്രാക്ട് തിയറി എന്നറിയപ്പെടുന്നു. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഇല്ലാതെ പ്രൈവറ്റ് എൻ്റർപ്രൈസസിനെ മാക്സിമം ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ്. The doctrine of laissez-faire is also known as freedom of contract theory because according to this doctrine, an individual in the society is free to carry on his occupation, trade or business. That is, an individual has full freedom to regulate his trade, business or occupation in whatever manner he likes. The main object of this theory was to promote the growth of free private enterprises without the intervention of government. The countries like UK, USA and other major capitalistic countries supported this theory because these capitalistic countries believed that the government's interference in the trade and business will kill the competitive spirit of the business or trade. ഒരു ട്രേഡിലോ ബിസിനസ്സിലോ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് വന്നാൽ അത് ആ ഒരു ട്രേഡിൻ്റെയും ബിസിനസ്സിൻ്റെയും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ക്യാപിറ്റലിസ്റ്റിക് കൺട്രീസ് ഈ ഒരു തിയറിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. സോ ലേസേ-ഫെയർ എന്നത് ഒരു ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസമാണ്. ഇറ്റ്സ് എ ഫിലോസഫി ഓഫ് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയിൽ സ്റ്റേറ്റിൻ്റെ ഇൻഫ്ലുവൻസ്, ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് എന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതായിരിക്കണം. അതിൽ കവിഞ്ഞ് ട്രേഡിൻ്റെയോ ബിസിനസ്സിൻ്റെയോ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുവാൻ പാടില്ല എന്ന് പറയുന്ന ഫിലോസഫിയാണ് ഡോക്ട്രിൻ ഓഫ് ലേസേ-ഫെയർ. Laissez-faire is the philosophy of free market capitalism. According to this philosophy, the government should only intervene or interfere in the economy to preserve property, life and individual freedom. ഈ തിയറിയെ സപ്പോർട്ട് ചെയ്തവർ, ഇതിൻ്റെ അഡ്വക്കേറ്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു തിയറിയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞത്? മിനിമം ഇൻഫ്ലുവൻസ് ഓഫ് ദി ഗവൺമെൻറ്, ട്രേഡിലും ബിസിനസ്സിലും ഗവൺമെൻറ്റിൻ്റെ മിനിമം ഇൻഫ്ലുവൻസ്, ട്രേഡിലും ബിസിനസ്സിലും ഉള്ള കോമ്പറ്റീഷൻ, ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എൻഹാൻസ് ചെയ്യും. അത് മാക്സിമം പ്രൊഡക്ഷനിലേക്ക് ലീഡ് ചെയ്യും. അതുവഴി ഗുഡ്സ് അറ്റ് ലോ കോസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആകും എന്നാണ് അവരിതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത്. ബട്ട് ഇതിൻ്റെ ക്രിട്ടിക്സ്, വിമർശകർ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറയുന്നത്?
ഇറ്റ്സ് എ ക്യാപിറ്റലിസ്റ്റിക് തിയറി. ഈ തിയറിക്ക് വർക്കേഴ്സിൽ ഒരു ഇൻട്രസ്റ്റുമില്ല. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രൊവിഷൻസും ഈ തിയറിയിൽ ഇല്ല. Advantages: the advocates of this theory believed that the minimum influence of government in the trade and business will encourage the competition, which will lead to maximum production and eventually goods at low cost in the market. The disadvantages: it's a capitalistic theory. It has no interest on workers, no human approach to prevent labor exploitation. ഒരു 20th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴേക്കും ഈ പറയുന്ന മുതലാളിത്ത രാഷ്ട്രങ്ങൾ, USA-യും UK ഉൾപ്പെടെ ഉള്ള രാഷ്ട്രങ്ങൾ ട്രേഡിലും ബിസിനസ്സിലും ഗവൺമെൻറ്റിൻ്റെതായ ഇൻഫ്ലുവൻസ് കാട്ടാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ എ ലോട്ട് ഓഫ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ നടന്നു. വർക്കേഴ്സിൻ്റെ മാസ് എക്സ്പ്ലോയിറ്റേഷൻ ഇതുമാതിരിയുള്ള ട്രേഡിലും ബിസിനസ്സിലും നടന്നു. സോ finally this laissez-faire theory was replaced by social welfare principle. സോഷ്യൽ വെൽഫെയർ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.